صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയിലെ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം, ആ നേരായ മാർഗം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം ചൊരിഞ്ഞ അൻഅംത അലൈഹിം എന്നതിലെ നിഅമത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. ഇന്ന് മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇൻഷാ അല്ലാഹ് സിറാത്തുൽ മുസ്തഖീമിന്റെ ജനങ്ങൾ 3 വിഭാഗക്കാരാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സിറാത്തുൽ മുസ്തഖീമിന്റെ ജനങ്ങൾ 3 വിഭാഗക്കാരാണ് എന്ന് പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ വ്യക്തമാക്കി തന്നതാണ്. നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ എന്ന് അല്ലാഹുവോട് ചോദിക്കുമ്പോൾ ആ നേരായ മാർഗം ഏതാണ് എന്ന് പിന്നീട് വിശദീകരിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്തിലൂടെ. ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ജനങ്ങൾ 3 വിഭാഗക്കാരാണ് എന്ന്. അതിലൊന്നാമത്തെ വിഭാഗം, അവർ മഅരിഫത്തുൽ ഹഖി വൽ അമലു ബിഹി, അവർ സത്യം അറിഞ്ഞ ആളുകളാണ്. ആ സത്യം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഈ കൂട്ടം ആളുകളെയാണ് അൻഅംത അലൈഹിം എന്ന് പറഞ്ഞവരെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നു. ആരാണ് അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഈ നിഅമത്ത് കിട്ടിയ ആളുകളെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായി ചർച്ച ചെയ്തതാണ്. ഈ അഹ്ലുകാരിൽ ഈ അള്ളാഹുവിന്റെ നിഅമത്ത് നേടിയെടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹുവോട് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ചോദിക്കുന്നത്. പക്ഷേ സഹോദരങ്ങളെ, അത് ചോദിക്കുകയും നമ്മളുടെ മുമ്പിൽ ഇസ്ലാമിന്റെ പ്രമാണം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമസ്കാരത്തിലൂടെ റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ എന്ന് ചോദിക്കുമ്പോൾ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന് അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കുന്നത്, അപ്പോൾ നമ്മൾ നമസ്കാരത്തിലൂടെ ചോദിക്കുന്നത്, അള്ളാഹുവോട് ചോദിക്കുന്നത് അതിലൊന്നും ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത രൂപത്തിലാണ് നമ്മളുടെ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ്? രണ്ടാമത്തെ വിഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് അത് അറഫൽ ഹഖ് വലാകിന്നഹു റഫള, അവർ സത്യമറിഞ്ഞ ആളുകളാ, പക്ഷേ അതിൽ നിന്നും പ്രവർത്തിക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് എന്നാം. അവർ സത്യമറിഞ്ഞിട്ടുണ്ട്, എന്താണ് പ്രമാണമെന്ന് അറിഞ്ഞിട്ടുണ്ട്, അവർ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, അവർക്കറിയാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ അതിൽ നിന്നും പ്രവർത്തിക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇൽമുണ്ട്, അവർക്ക് അറിവുണ്ട്, പക്ഷേ അവരുടെ നിയ്യത്ത്, അവരുടെ ഉദ്ദേശം അത് ഫസാദാണ്, അത് വേറെയാണ് എന്നർത്ഥം. ഇവർക്ക് കൃത്യമായി കൊണ്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാം. പക്ഷേ അവരുടെ ഹൃദയത്തിൽ രോഗമുള്ളത് കൊണ്ട് അവരത് സ്വീകരിക്കുകയില്ല എന്നാണ്. ഇവരുടെ മേലാണ് അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ കോപമുള്ളത് എന്ന്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ പ്രാർത്ഥിക്കുന്നത്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല ഞങ്ങളെ നീ ആക്കേണ്ടത് എന്ന് അള്ളാഹുവോട് നമ്മൾ ചോദിക്കുകയാണ് എന്നർത്ഥം. അള്ളാഹു കോപിച്ച ഈ കൂട്ടർ അവർ ജൂതന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും.
അള്ളാഹു കോപിച്ച ഈ കൂട്ടർ അവർ ജൂതന്മാരാണ്. നമുക്കറിയാം ഈ ജൂതന്മാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 146 ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വ ഇന്ന ഫരീഖം മിൻഹും ലയഖ്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. നാം വേദം നൽകിയിട്ടുള്ള ആളുകൾക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാവുന്നതാണ്. തീർച്ചയായും അവരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചുവെക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ കുറിച്ച് പറയുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കരുതേ എന്ന് പറയുമ്പോൾ അവിടെ ജൂതന്മാരാണ് അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായിട്ടുള്ളവരെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? തത്വത്തിൽ ജൂതന്മാരുടെ സ്വഭാവമുള്ള ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തരുതേ എന്നാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ സ്വഭാവം അവരിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്നർത്ഥം. ഖുർആനും ഹദീസും അറിഞ്ഞു കഴിഞ്ഞാൽ, മതപ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അതല്ലാതെ അത് സ്വീകരിക്കാതെ അത് മാറ്റിവെക്കുന്ന ഒരു പ്രവണത, അതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നർത്ഥം. അവിടെയാണ് നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല എന്ന് ഒരു മുസ്ലിം പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന് ഗൗരവപൂർവ്വം നമ്മൾ പറയാൻ കാരണം സഹോദരങ്ങളെ, കോപവിധേയരായ യഹൂദരുണ്ടല്ലോ, ജൂതന്മാരുണ്ടല്ലോ, അവർ മനഃപൂർവ്വം പ്രമാണങ്ങളെ പരിത്യജിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാ. ഫഅലൈഹിം അളബും മിനല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് സൂറത്തുൻ നഹ്ലിലെ 106 ആയത്തിൽ ഇത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫഅലൈഹിം അളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ അളവുണ്ട്, അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല ഞങ്ങളെ നീ ചേർക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ സ്വഭാവം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം അതേതാ? ലം യഅരിഫിൽ ഹഖ അസ്ലൻ ഫഅമില ബിഗൈരിഹി. അടിസ്ഥാനപരമായി അവർ സത്യം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താ? അവർ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഫഅമില ബിഗൈരിഹി, അതുകൊണ്ട് അതല്ലാത്ത അറിവ് കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അടിസ്ഥാനപരമായിട്ട് എന്താണ് ഹക്ക് എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അറിവ്, അള്ളാഹുവിൽ നിന്നല്ലാത്ത അറിവ് കൊണ്ട് അവർ ധാരാളം അമലുകൾ ചെയ്യുന്ന ആളുകളാണ് എന്നർത്ഥം. സത്യം അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശത്തിൽ ഫസാദില്ല, അവരുടെ ഉദ്ദേശത്തിൽ കുഴപ്പങ്ങളില്ല എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. പക്ഷേ അവർ അമലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അമലുകൾ അവർ ചെയ്യുന്ന അമലുകൾ ഇൽമില്ലാതെയാണ് അവർ ചെയ്യുന്നത്, ഒരറിവുമില്ലാതെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഇൽമിൽ കുഴപ്പമുണ്ട്, പക്ഷേ അവരുടെ ഉദ്ദേശത്തിൽ കുഴപ്പമില്ല. ഇവരാണ് വഴിപിഴച്ച ആളുകൾ എന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് വലദ്ദാല്ലീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല ഞങ്ങളെ നീ നേർവഴിയിലാക്കേണ്ടത് എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. പിഴച്ചുപോയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു പിഴച്ചവരായി പ്രഖ്യാപിച്ച ഈ കൂട്ടർ ക്രൈസ്തവരാണ് എന്ന് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, എന്താണ് അവസ്ഥ? ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവരെയും നമ്മൾ എടുത്തു നോക്കുക. സാധാരണക്കാരായ ക്രൈസ്തവർ അവർ യേശുവിനെയും കന്യാമറിയത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. അവരെ യേശുവിനെ ദൈവപുത്രനായി കാണുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കന്യാമറിയത്തിനെയും യേശുവിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവരുടെ ഉദ്ദേശം നല്ലതാണ്, നല്ല നിയ്യത്താണ്. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ സഹോദരങ്ങളെ, അവർ സ്വീകരിച്ച മാർഗമുണ്ടല്ലോ, അത് പിഴച്ച മാർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരികയാണ്. ആ പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല എന്നെ നീ ആക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്നെ ക്രൈസ്തവനാക്കരുതേ എന്ന് നേർക്കുനേരെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് തത്വത്തിൽ ക്രൈസ്തവരുടെ സ്വഭാവമുള്ള ആളുകളിൽ എന്നെ നീ ആക്കരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നർത്ഥം. ക്രിസ്ത്യാനികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖദ് വല്ലൂ മിൻ ഖബ്ലു വഅളല്ലൂ കസീറൻ വദല്ലൂ അൻ സവാഇ
സവാഇസ് സബീൽ, അവർ മുമ്പേ വഴിപിഴച്ചു പോയിട്ടുണ്ട്, വളരെ ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വായ മാർഗം വിട്ടുകൊണ്ട്, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം വിട്ടുകൊണ്ട് അവരെന്തു ചെയ്തു? ചൊവ്വായ ആ മാർഗം വിട്ട് പിഴക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിലെ 80-ാമത്തെ ആയത്തിലൂടെ പറയുക സഹോദരങ്ങളെ. അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയ ആളുകളിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അത് ഖാസാണ്, അത് പ്രത്യേകമായി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇസ്തിഖാമത്തോട് കൂടിയിട്ട് ദീനിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ നിൽക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതല്ലാതെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂതന്റെ പോലെ പ്രമാണങ്ങൾ കിട്ടിയതിനു ശേഷം അതിനെ നിരാകരിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ക്രൈസ്തവരെ പോലെ പ്രമാണങ്ങളിൽ വരാത്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ അമലുകൾ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളുടെ നിയ്യത്ത് നന്നായതുകൊണ്ട് മാത്രം പോരാ സഹോദരങ്ങളെ, അത് പ്രമാണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിലേക്ക് നമ്മളുടെ അമലുകളാകേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് എന്നർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് ചുരുക്കി വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് അനുഗ്രഹീതരായ അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള ആളുകളുടെ മാർഗമെന്ന്. സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരുത്താതെ പുറന്തള്ളി നിൽക്കുകയാണ് കോപവിധേയരായ ആളുകളുടെ മാർഗമെന്നും അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സത്യം മനസ്സിലാക്കാതെ സത്യമാർഗം തെറ്റിപ്പോകുന്നതാണ് വഴിപിഴച്ചവരുടെ മാർഗമെന്നും മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അള്ളാഹു കോപിച്ച, അള്ളാഹു പിഴച്ചവരെന്ന് പ്രഖ്യാപിച്ച ആ ആളുകളുടെ സ്വഭാവം നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് നമ്മൾ മാതൃകയാക്കേണ്ട സ്വഭാവമല്ല എന്നർത്ഥം. മറിച്ച് അള്ളാഹുവോട് നമ്മൾ ചോദിക്കുന്ന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ ആളുകളിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവരിൽ അകപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകാതെ സത്യമാർഗത്തിൽ നിന്നും വഴിപിഴച്ചു പോകാതെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രങ്ങളായി തീരുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അത്തരം അള്ളാഹു അനുഗ്രഹിച്ച ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.